അങ്ങനെ എളുപ്പം വീഴ്ത്താവുന്ന ഒരു ഇരയല്ല ഷൈൻ ടോം ചാക്കോ. അവരും അവരുടെ കൂടെയുള്ളവരും ഈ കേസ് വളരെ നിസ്സാരമായിട്ടിരിക്കുന്നു. ഇപ്പോൾ വിൻസി അലോഷ്യസ് പറഞ്ഞിരിക്കുന്നത് ആ കേസ് പിൻവലിക്കുന്നില്ല. അവരെവിടെ കേസ് കൊടുത്തു? കേസ് എന്ന് പറഞ്ഞാൽ നിയമപരമായ കേസ് ആണെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കണം. ഈ നിമിഷം വരെ വിൻസി പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല. പിന്നെ എവിടെ കൊടുക്കും? അപ്പം ഇത് കുറച്ചു കാലം കുറേ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. പിന്നെന്താ, ഇതിൽ മാലാ പാർവതി ന്യായീകരിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മാലാ പാർവതിയെ കുറേ പേര് പൊങ്കാലയിട്ടു എന്നറിയിക്കണം. ഞാനായാലും നിങ്ങളായാലും ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കയറി പിടിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഞാൻ മാലാ പാർവതിയെ സപ്പോർട്ട് ചെയ്യുന്ന സംസാരിക്കില്ല. അവർ പറഞ്ഞത് എന്താ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരിക്കാം, സുഹൃത്ത് സദസ്സിൽ വെച്ച് ആണായാലും പെണ്ണായാലും പല തമാശകൾ പറയും. അതിൻ്റെ റെക്കോർഡ് വേണമെങ്കിൽ പലരും കേൾപ്പിക്കാൻ പറ്റും. ആ തമാശ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? സ്പിരിറ്റിൽ എടുക്കണം ആ തമാശ പറയുന്നുള്ള. ഓരോ സെറ്റിലും നടക്കുന്ന തമാശകൾ, ക്രൂരമായ തമാശകൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് അനുഭവമുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ. വളരെ മോശമായിട്ട് ഒരു സ്ത്രീയോട് ക്രൂരമായിട്ട് തമാശകൾ അതായത് സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ അവഹേളിക്കുന്ന രീതിയിൽ പോലും പറഞ്ഞ് അത് തമാശയായി കണ്ടുകൊണ്ട് ചുറ്റുവട്ടമിരുന്ന് ചിരിച്ചവരുണ്ട്. എന്തിന്? ഒരു നായിക നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നീട് ആ സൂപ്പർ നടൻ വളരെ മ്ലേച്ഛകരമായിട്ടാണ് ആ നടിയെക്കുറിച്ച് പറഞ്ഞത്, വളരെ പുച്ഛിച്ച്. അതെല്ലാം കവർന്നെടുത്തതിന് ശേഷം. അതൊക്കെ ഈ മലയാള സിനിമയിൽ നടന്ന സംഭവങ്ങളാണ്. അതിനും ആർക്കും പരാതിയില്ല.